الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്നുള്ളത് ഏറ്റവും ഒരു അനിവാര്യമായ ഒരു കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ആധുനികമായി നോക്കുകയാണെങ്കിൽ ഒരു ജോലി ലഭിക്കണമെങ്കിൽ അതെത്ര ചെറിയ ജോലിയായാലും ഉന്നത വിദ്യാഭ്യാസം ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സെഷനിലൂടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരേണ്ട മാറ്റങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഞാൻ ഇവിടെ പ്രസന്റേഷൻ ചെയ്യുന്നുള്ളത്. പ്രിയമുള്ളവരെ, ആദ്യമായി നാം ഇന്ന് വിദ്യാഭ്യാസ രംഗത്തെ രീതികളെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും പരമ്പരാഗത ക്ലാസ് മുറികൾ പഠനം, അതായത് നാം പണ്ട് മുതൽക്ക് തന്നെ പഠിച്ചു കൊണ്ടുവരുന്നതായ രീതികൾ, ഒരു ഗുരുമുഖത്തിൽ നിന്ന് വിദ്യാർത്ഥി പഠിച്ചെടുക്കുന്നതായ രീതിയെക്കുറിച്ചാണ് പരമ്പരാഗത ക്ലാസ് മുറി പഠനം എന്ന് പറയുന്നത്. രണ്ടാമതായി വരുന്നുള്ളത് ഓൺലൈൻ പഠനം, അതായത് ഓൺലൈനിലൂടെ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഓൺലൈനിൽ ലഭിക്കുന്നതായ പഠന രീതിയെക്കുറിച്ചാണ് ഓൺലൈൻ പഠന രീതി എന്ന് പറയുന്നത്. അതേ രീതിയിൽ മൂന്നാമത്തത് ഈ രണ്ട് രീതിയെയും സംയോജിപ്പിച്ചുകൊണ്ട് പഠിക്കുന്ന ബ്ലെൻഡഡ് പഠന രീതി എന്നും പറയുന്നു. അതേപോലെ തന്നെയാണ് നാലാമത് വരുന്നതായ പഠിച്ചതായ കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള അറിവുകളെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇതിൽ നാം ആദ്യത്തെ കാര്യം നോക്കുകയാണെങ്കിൽ പരമ്പരാഗത പഠന ക്ലാസ് മുറിയിലുള്ള പഠനം ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഗുരുമുഖത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥി പഠിച്ച് എടുക്കുന്ന സമയത്ത് ആ അധ്യാപകന്റെ ആകർഷണീയമായ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥിയെ ഈ ഒരു മേഖലയിലേക്ക് നല്ല രീതിയിൽ സ്വാധീനിക്കുകയും അത് മുഖേനയായിട്ട് ആ വിദ്യാർത്ഥി നല്ല ഉന്നമനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. 2024 ഉപയോഗ നിരക്ക് നോക്കുകയാണെങ്കിൽ 60% ഈ ഒരു വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതേ രീതിയിൽ രണ്ടാമത്തേതായ ഇനമായിട്ടുള്ള ഓൺലൈൻ പഠനത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ 3 സവിശേഷതകളാണ് ഈ ഓൺലൈൻ പഠനത്തെ കുറിച്ച് പറയാനുള്ളത്. ഓൺലൈൻ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വിദ്യാർത്ഥി ഓൺലൈനിലൂടെ പഠിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സമയവും സൗകര്യവും അനുസരിച്ച് അദ്ദേഹത്തിന് പഠിക്കാം എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ ആവശ്യമായ സമയത്ത് അദ്ദേഹത്തിന് ആവശ്യമുള്ളതായ രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതും, അതേപോലെ തന്നെ ടെക്നോളജിയുടെ അധികമായ ഉപയോഗങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ഉന്നമനത്തിലേക്ക് എത്തുവാനും ഒരുപാട് കാര്യങ്ങളെ കണ്ടെത്തുവാനും സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഓൺലൈൻ പഠന രീതിയെ ഉപയോഗ നിരക്ക് നോക്കുകയാണെങ്കിൽ 25% ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ രണ്ട് വിദ്യയും സംയോജിപ്പിച്ചുകൊണ്ട് പഠിക്കുന്നതായ ബ്ലെൻഡഡ് പഠന രീതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പഠനത്തിന്റെ ബെനിഫിറ്റ്സുകൾ നാം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പഠന ശൈലിയിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി ഉപയോഗിക്കുന്നതായ പഠന രീതിയാണ് ബ്ലെൻഡഡ് പഠനം എന്നുള്ളത്. എന്ന് പറയുമ്പോൾ ആഴ്ചയിലൊരിക്കൽ ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ്സും മറ്റു എല്ലാ ദിവസങ്ങളിൽ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകളും നൽകുന്നു. ആ ഒരു രീതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ പഠിച്ചെടുക്കാം എന്നുള്ളതാണ്. ഈ ഒരു പഠന രീതിയുടെ ഉപയോഗ നിരക്ക് നോക്കുകയാണെങ്കിൽ 10% 2024 രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഞങ്ങൾ അവസാനത്തിലേക്ക് വരികയാണെങ്കിൽ അനുഭവപരിചിത അധിഷ്ഠിത പഠനം എന്ന് പറയുന്നത് അനുഭവത്തിലൂടെ പഠിച്ചെടുത്തതായ അറിവുകളെ അനുഭവത്തിലൂടെ ഇന്റേൺഷിപ്പ് എന്ന രീതിയിൽ പഠിച്ചെടുക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി
ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു മൊബൈൽ കോഴ്സ് എടുത്തതായ ഒരു വിദ്യാർത്ഥി ഇന്റേൺഷിപ്പിലൂടെ ആ കോഴ്സ് കഴിഞ്ഞതായ സമയത്ത് വിദേശത്തും അല്ലെങ്കിൽ സ്വദേശത്തും ആ പഠിച്ചതായ രീതിയെ ഉപയോഗിച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആ ഒരു പഠന രീതിയാണ് അനുഭവ പഠനം എന്നുള്ളത്. ഈ ഒരു പഠനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 100% വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അനുഭവ പഠനത്തിലൂടെ പഠിച്ചെടുത്തതായ അറിവുകളെ മറക്കില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കഴിവുകളെ നല്ല രീതിയിൽ ഉയർത്തുന്നു എന്നുള്ളതുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ 2024 5% ഈ ഒരു പഠനത്തിന്റെ ഉപയോഗ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തൊക്കെ തന്നെ ആയാലും വിദ്യാഭ്യാസ രംഗത്ത് ടെക്നോളജിയും വിദ്യാഭ്യാസവും സംയോജിപ്പിക്കുന്ന സമയത്ത്, സാങ്കേതിക വിദ്യയുടെ വളർച്ചകൾ കാരണം സംയോജിപ്പിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഉയർച്ചകൾ ഈ ഒരു വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിലും ഒരുപാട് വെല്ലുവിളികളും അതേപോലെ തന്നെ പ്രശ്നങ്ങളും ഈ ഒരു വിദ്യാഭ്യാസ രംഗം നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പരിമിതമായ സ്രോതസ്സുകൾ, പഠന സാമഗ്രികൾ വിദ്യാഭ്യാസ രംഗത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് സാങ്കേതിക മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള ഇന്റർനെറ്റ് കണക്ഷനുകൾ, അതേപോലെ തന്നെ കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, ഇവയുടെയൊക്കെ ഉപയോഗത്തെക്കുറിച്ചുള്ള അറിവുകൾ, അതേപോലെ തന്നെ സാമ്പത്തികമായുള്ള പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് വിദ്യാഭ്യാസ രംഗത്തിലുള്ള അധ്യാപകരുടെ സാഹിത്യത്തിൽ പിഴവ് സംഭവിക്കുന്നു എന്നുള്ളത്. അതായത് ഈ അടുത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ സംഭവിച്ചതായ ഒരു പ്രശ്നമാണ് നീറ്റ് എക്സാം നടക്കുന്ന സമയത്ത് കാശിന് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്നുള്ളത്. ആ ഒരു സന്ദർഭത്തിൽ ഈ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് മാർക്കറ്റ് രീതിയിൽ വന്നതായ അധ്യാപകന്മാർ അവർക്ക് സ്കില്ലില്ലാത്തത് കാരണം, അവർക്ക് പഠിപ്പിക്കാനുള്ള അറിവുകൾ ഇല്ലാത്തത് കാരണം വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിൽ വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം. ഒരുപാട് വിദ്യാർത്ഥികൾ ഡ്രഗ്സുകൾക്ക് അടിമപ്പെട്ടുകൊണ്ടും അതേപോലെ തന്നെ മറ്റു ചില ചിന്തകളിലുമായിട്ടും വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ രംഗത്തിലേക്ക് മുഖം തിരിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ സാങ്കേതിക സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതും. സാങ്കേതികമായിട്ടുള്ള വിദ്യയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും എല്ലാ സ്ഥലത്തും ലഭിക്കാത്തത് കാരണം ഒരുപാട് ഈ ഒരു വിദ്യാഭ്യാസ രംഗത്ത് പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ അവസാനമായി പറയാൻ പോകുന്നത് ഈ ഒരു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളെ കുറിച്ചാണ്. ടെക്നോളജിയുടെ ഉപയോഗങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു ഗ്രാഫിലൂടെ സൂചിപ്പിക്കുന്നത് ടെക്നോളജിയുടെ ഉപയോഗം കൊണ്ട് എങ്ങനെയാണ് പ്രശ്നങ്ങളെ പരിഹരിക്കാമെന്നുള്ളത്. ക്ലാസ് റൂമിലുള്ള പാഠങ്ങളിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, അതായത് പ്രൊജക്ടറുകളിലൂടെ നല്ല രീതിയിൽ വിശദീകരിച്ച് പഠിപ്പിക്കുന്നതും അതേ രീതിയിൽ മറ്റു കമ്പ്യൂട്ടറുകളുടെ ഉപയോഗം കൊണ്ട് വിശദീകരിച്ച് പഠിപ്പിക്കുന്നതും വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ സാധ്യമാകും. അതേ രീതിയിൽ ഓൺലൈനിൽ പഠിക്കുന്നതായ സ്രോതസ്സുകൾ, ഓൺലൈനിൽ നമുക്ക് ചാറ്റ് GPT അടക്കമുള്ള സ്രോതസ്സുകൾ നമുക്ക് നൽകുന്നത്, അത് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, ഉദ്യമി, ഖാൻ അക്കാഡമി എന്ന പോലെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് അർപ്പിക്കുന്നതായ വിദ്യാഭ്യാസ രംഗത്തിലേക്ക് മുന്നേറാനുള്ള ഒരു വഴികളാണ് ഈ ലേണിംഗ് പ്ലാറ്റ്ഫോം എന്നുള്ളത്. അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് ആളുകൾ, നല്ല എഡ്യൂക്കേറ്റഡ് ആയ ആളുകളെ നമുക്ക് ഈ സമാജത്തിന് സമർപ്പിക്കാനും സാധിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റു പരിഹാരങ്ങളായി എന്ന് പറയുന്നത് വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന പരിപാടികൾ എന്ന് പറയുക, വ്യക്തി പഠന പദ്ധതികൾ,
ഒരു വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് നാം ചെയ്യുന്നതായ ഒരു പഠന രീതിയാണ്. സമയത്തിൻ്റെ അഭാവത്തിൽ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതോട്